സെപ്റ്റംബർ സമയത്ത് എൻ്റെ ഡയറിയിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 1ാം റാങ്ക് എനിക്കായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷ്വലൈസേഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ വിശ്വസിക്കണം എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയ ഡയറി ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. പലതവണ എഴുതുമായിരുന്നു 1ാം റാങ്ക് എനിക്കായിരിക്കും, എനിക്ക് ആദ്യം അപ്പോയിൻമെന്റ് കിട്ടും, ഞാൻ ഈ IT ജോയിൻ ചെയ്യും. അപ്പോൾ ഞാൻ എന്താണോ ജോലി ആഗ്രഹിക്കുന്ന ആ ജോലി എനിക്ക് കിട്ടിയെന്ന് സങ്കല്പിച്ച് തന്നെയാണ് ഞാൻ ത്രൂഔട്ട് പഠിച്ചത്. ദൈവതുല്യമായിട്ടുള്ള ഒരു ഹെൽപ്പാണ് IPLS കിട്ടിയത്. കാരണം പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റുഡൻ്റ് ആണ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻറ്റിൻ്റെ സ്വന്തം എഫേർട്ട് എനിക്ക് 100% ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള കോച്ചിങ് എന്ന് പറയുന്നത് ശരിക്കും ഇന്നത്തെ കാലത്തെ ഈ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ ഒട്ടും പുറകിൽ പോകാതെ നമ്മളെ മുമ്പോട്ട് പുഷ് ചെയ്യാനായിട്ട് IPLS വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള PSC ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ പ്രിയപ്പെട്ട അരുൺദാസ് ആണ്. IPLSന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. 92.67 മാർക്സ്, അതായത് എഴുത്ത് പരീക്ഷയിൽ 92.67 മാർക്ക് നേടിയാണ്, അത്രയും ഉയർന്ന സ്കോർ നേടിയാണ് പ്രിയപ്പെട്ട അരുൺദാസ് കേരളത്തിൽ 1ാമതെത്തിയത്. അപ്പോൾ അരുൺദാസ് എങ്ങനെയാണ് ഈ ഒരു വലിയ കോമ്പറ്റീഷൻ ഉള്ള ഈ ഒരു പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയതെന്നും അദ്ദേഹത്തിന്റെ സ്റ്റഡി സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് അരുൺദാസിനോട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം സാർ. ഓക്കെ, അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അരുൺദാസിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? സ്ഥലം, അതുപോലെ തന്നെ എന്താണ് വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എൻ്റെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTech. അത് ഞാൻ ശാസ്ത്രംകോട്ട BMC കോളേജിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇതാണ് എന്നെ പറ്റിയുള്ള ഒരു ബേസിക് ഡീറ്റെയിൽസ്. എങ്ങനെയാണ് ഈ PSC പഠനത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഇത് നമ്മുടെ ആദ്യത്തെ പരീക്ഷയാണോ? എങ്ങനെയാണ് ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? അല്ല, ഇതിനു മുമ്പ് 1-2 എക്സാമുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള 3ാമത്തെ എക്സാമാണ് ഈ ഒരു JEE പ്ലംബർ എക്സാം. അപ്പൊ നമ്മൾ വളരെ സീരിയസ് ആയി തയ്യാറെടുക്കാനുള്ള സമയം കൃത്യമായിട്ട് കിട്ടിയ ഒരു എക്സാം ആയിരുന്നത്. അതിന് മുമ്പ് എഴുതിയ എക്സാമുകൾക്ക് സമയം പ്രിപ്പറേഷൻ വേണ്ടത് കിട്ടിയിരുന്നില്ല. ഓക്കെ, 1ാം റാങ്ക് നേടുക എന്നുള്ളത് അത്ര ചെറിയൊരു നേട്ടമല്ല. ഈ പറഞ്ഞ പോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ പോലുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം സിവിൽ എഞ്ചിനീയറിംഗിലെയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെയും ഒക്കെ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ജോലി കൂടെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ 1ാം റാങ്കിലേക്ക് എത്തിയത്? ആ ഒരു യാത്രയെ വിശദീകരിക്കാമോ? ആദ്യമായിട്ട് എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, അതായത് 1ാം റാങ്ക് വാങ്ങണം എന്നുള്ളത്. അപ്പം ഞാൻ ഒക്ടോബർ നടക്കുന്ന എക്സാമിന് ഞാൻ സെപ്റ്റംബർ സമയത്ത് എൻ്റെ ഡയറിയിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 1ാം റാങ്ക് എനിക്കായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷ്വലൈസേഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ വിശ്വസിക്കണം എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയ ഡയറി ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. പലതവണ എഴുതുമായിരുന്നു 1ാം റാങ്ക് എനിക്കായിരിക്കും, എനിക്ക് ആദ്യം അപ്പോയിൻമെന്റ് കിട്ടും, ഞാൻ ഈ IT ജോയിൻ ചെയ്യും. അപ്പോൾ ഞാൻ എന്താണോ ജോലി ആഗ്രഹിക്കുന്ന ആ ജോലി എനിക്ക് കിട്ടിയെന്ന് സങ്കല്പിച്ച് തന്നെയാണ് ഞാൻ ത്രൂഔട്ട് പഠിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു എല്ലാവരോടും പെരുമാറിയിരുന്നത്. ഇത് കിട്ടിയ ഒരാളാണ് എങ്ങനെയായിരിക്കും ആ ഒരു കോൺഫിഡൻസോടുകൂടി. അപ്പോൾ അത് പഠനത്തിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഫാക്ടർ. അതിന് പിന്നിലുള്ള ജീവിതത്തിൽ നിന്ന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ ഒരിക്കലും പഠിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു തമാശ കാണിക്കുക അല്ലെങ്കിൽ അതിൽ ലൂസായിട്ട് പഠിക്കുക അങ്ങനെയല്ല. PSC നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഫസ്റ്റ് എക്സാം ജോലി കൊണ്ട് പോവുക എന്നൊരു ലക്ഷ്യത്തിന് മാത്രമേ ഇറങ്ങാം. അല്ലാതെ നമുക്ക് നോക്കാം, കിട്ടുവാണെങ്കിൽ നല്ലത്, ആ ആറ്റിറ്റ്യൂഡ് എനിക്കില്ല. അത് പഠിക്കുവാണെങ്കിൽ ഈ ജോലി കിട്ടിയിരിക്കണം, അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ലക്ഷ്യം തന്നെ നേരത്തെ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് ജോലി കിട്ടുക എന്നുള്ളത് പൊതുവെ ടഫായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ എത്തിയാൽ മാത്രമാണ് ആ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ അക്കാദമിക് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ സിലബസ് ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെയാണ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് പഠിച്ചത്? ഒരു ദിവസം ഇത്ര നേരം പഠിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? ഉണ്ടായിരുന്നു, കൃത്യമായിട്ടും ഉണ്ടായിരുന്നു. ടൈം ടേബിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം നമ്മൾ എത്ര സമയം പഠിക്കുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം നമ്മൾ ഒരു ഡെയിലി കവർ ചെയ്യുന്നു, ഇത് ഡെയിലി നമ്മൾ അനലൈസ് ചെയ്ത് പോകുന്നത് ശരിക്കും നമുക്ക് തന്നെ ഒരു ഡയറി പോലെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ റാൻഡമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ഇതിലൊരു കംപ്ലീറ്റ്നെസ് തോന്നത്തില്ല. അതേസമയം ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഒരു ടൈമിങ്, ഒരു ടാർഗറ്റ് കൊടുക്കുകയാണെങ്കിൽ, ലൈക്ക് ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ഔട്ട്പുട്ട് മാക്സിമം കിട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എത്രയും ഡെയിലി പഠിക്കുന്നോ അത് ഡെയിലി തന്നെ റിവൈസ് ചെയ്ത് പോകുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പം സ്റ്റുഡൻസ് ആയാലും മറ്റ് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും റിവിഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ
ഷാർപ്നെസ്സിലേക്ക്. ഇപ്പൊ എനിക്ക് ഈ സ്കോർ കിട്ടാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും റിവൈസ് ചെയ്യുന്നു എന്നുള്ളൊരു ആക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ റിവിഷൻ ചെയ്യുന്നതോറും എക്സാമിന് വരേണ്ട തെറ്റുകളൊക്കെ പിന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് ഓക്കെ എടുക്കാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിന് പാഠമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ സംസാരിച്ചത്. ഒരു കാര്യം വിഷ്വലൈസ് ചെയ്തു, പിന്നെ കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി കറക്റ്റ് ആയിട്ട് അത് ഡയറിയിൽ സൂക്ഷിച്ച് പഠിച്ചു, പിന്നീട് അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്തു. അല്ലെ, ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. വിഷ്വലൈസ് ചെയ്യണം, കാരണം വിഷ്വലൈസ് ചെയ്യുന്നതാണ് നമ്മൾ ആ എക്സാം അല്ലെങ്കിൽ ഒരു PSC നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണ്, അല്ലെങ്കിൽ കോച്ചിങ്ങിന് ചേരുന്നു. പക്ഷെ അതിനപ്പുറം ആ ഒരു കോച്ചിങ്ങിന് ചേരുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ട്രസ്റ്റ്, നമ്മുടെ റൂട്ടീൻ ഹാബിറ്റ്സ്, ഇതെല്ലാം അതിനുവേണ്ടി മാറ്റണം. എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു യാത്രയിൽ I+ എങ്ങനെയാണ് അരവിന്ദാസിനെ സഹായിച്ചത്? I+നെ പറ്റി പറയുകയാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ഒരു എന്താ പറയാ, ദൈവതുല്യമായിട്ടുള്ള ഒരു ഹെൽപ്പാണ് I+ന് കിട്ടിയത്. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രിപ്പറേഷൻ അപ്പോൾ സ്റ്റുഡൻ്റ് ആണ് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻറ്റിന്റെ സ്വന്തം എഫേർട്ട് എനിക്ക് 100% ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള കോച്ചിങ് എന്ന് പറയുന്നത് ശരിക്കും ഇന്നത്തെ കാലത്തെ ഈ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ ഒട്ടും പുറകിൽ പോകാതെ നമ്മളെ മുമ്പോട്ട് പുഷ് ചെയ്യാനായിട്ട് I+ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെ വേണമെങ്കിലും നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൗഡായിട്ടുള്ള കാര്യമാണ്. കാരണം എനിക്ക് മുന്നേ പഠിച്ചിട്ടുള്ള ആ ഒരു എക്സാംസിന്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് I+ൽ ജോയിൻ ചെയ്ത സമയത്ത് തോന്നിയുള്ള കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അതായത് എക്സാം കഴിയുന്ന ആ ദിവസം, എക്സാം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടടാന്ന് വിളിച്ച് ചോദിക്കുന്നതിനും വരെയുള്ളൊരു സപ്പോർട്ടുണ്ട്. അത് എടുത്ത് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്, അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം അരവിന്ദാസ് നമ്മളെ അവസാനം MCQ ഡിസ്കഷൻസിലൊക്കെ ആണെങ്കിൽ പോലും പരീക്ഷയുടെ ഒരാഴ്ച വരെ നമ്മൾ കണ്ടിന്യൂസ് ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈവ് സെഷനിലും മോക്ക് ടെസ്റ്റുകളും നമുക്ക് ശരിക്കും I+ന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അടുത്തൊരു മോക്കിൽ അത് ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ കൂടുതൽ ആളുകളുടെ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് റെഗുലറായിട്ട് പോകുന്നൊരു പാറ്റേണിൽ അത് വളരെ യൂസ്ഫുൾ ആണ്. അരവിന്ദാസ് വളരെ കൃത്യമായിട്ട് അതിൽ പങ്കെടുക്കുകയും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥി. മാത്രമല്ല നിതിൻ സാർ അതിൽ ഓരോ സെഷൻ നടക്കുമ്പോഴും കൃത്യമായിട്ട് അതിൽ സ്റ്റാർട്ടിങ്ങിലായാലും എൻഡിങ്ങിലായാലും എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിച്ച് എല്ലാവരോടും ചോദിച്ച് ഓക്കെ ആക്കിയിട്ട് മാത്രമായിരുന്നു ആ ഒരു മീറ്റുകളൊക്കെ ലെഫ്റ്റ് ചെയ്തിരുന്നത്. അത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി കൂടും. അത് ഇത്രയും എഫേർട്ട് I+ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ഡബിൾ എഫേർട്ട് എടുക്കുക എന്നുള്ളൊരു വിശ്വാസം. I+ ശരിക്കും ടെക്നിക്കൽ വിങ്ങിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കോഴ്സാണ് ഈ പറഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ പറഞ്ഞത്. അതോടൊപ്പം നമ്മൾ അതിനുശേഷം ജൂനിയർ ഇൻസ്ട്രക്ടർ അത്ലറ്റിക് ആൻഡ് ഡ്രോയിങ് ഒക്കെ തുടങ്ങി. അതിലൊക്കെ നമുക്ക് 3-ാം റാങ്ക് ഉൾപ്പെടെ അതിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ അരവിന്ദാസിന്റെ മികച്ച ഒരു പഠനത്തിന്, കാരണം ഈ പരീക്ഷയ്ക്ക് ശേഷം മികച്ച സ്കോറൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അധ്യാപകനായിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് തന്നെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻസൈറ്റ്സ് അരവിന്ദാസ് പകർന്നു തന്നു. അപ്പൊ ഇനി ഉള്ള സ്റ്റുഡൻസിനോട് നമുക്കറിയാം, ഈ ഒരു മേഖലയിൽ PSCക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ചും ടെക്നിക്കൽ വിങ്ങിലും അതിനുവേണ്ടി പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. കഷ്ടപ്പെട്ട് രാവും പകലും പഠിക്കുന്ന ആളുകളുണ്ട്. 1-ാം റാങ്ക് നേടിയ ഒരാൾ എന്നുള്ള നിലയിൽ ഇവരോട് പറയാനുള്ള ഒരു ഉപദേശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ കൊടുക്കാനുള്ള ഒരു മൂത്ത ആൾ അല്ലെങ്കിൽ ഒരു സീനിയർ എന്നുള്ള നിലയിൽ എന്താണ് അത് അരവിന്ദാസിന്റെ നിർദ്ദേശം? എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് റാങ്ക് നേടി എന്നുള്ള കാര്യത്തിന് അതിൽ ശരിക്കും ഒരു ഫാക്ട് എന്താണെന്ന് കരുതിയാൽ നിങ്ങൾ ആദ്യം ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യണം. അതായത് നിങ്ങളൊരു എക്സാം പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് ഉറപ്പായിട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്കൊരു ട്രസ്റ്റ് വേണം. അതായത് നിങ്ങൾ പഠിക്കുന്ന ഈ എക്സാമിന് നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങൾ എത്തിയിരിക്കും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് മനസ്സിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കുമ്പോൾ ആ ഒരു സീരിയസ്നെസ് ആ ഒരു എക്സാമിനോട് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ കുറച്ച് ട്രൈ ചെയ്യാം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും PSCയിൽ വർക്ക് ചെയ്യില്ല. കാരണം PSCയിൽ ഷോർട്ട് ടൈമിൽ ജോലി വാങ്ങി പോകുന്ന ആൾക്കാരാണ് ശരിക്കും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ. അല്ലാതെ നമ്മൾ ഒരുപാട് വർഷം പഠിക്കുന്നു എന്നുള്ളൊരു കാര്യമൊന്നും ഒരിക്കലും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. ആദ്യത്തെ എക്സാമിൽ തന്നെ ക്ലിയർ ആവുക, ടോപ്പ് റാങ്ക് വാങ്ങുക, ജോലി കിട്ടുക, ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു എഫേർട്ട്, നിങ്ങളുടെ റിവിഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അസസ്മെന്റ് വേണം. അതായത് നിങ്ങൾ എത്ര വർക്ക് ചെയ്യുന്നുണ്ട്, അത് നാളത്തെ ദിവസം തലേന്ന് എത്ര വർക്ക് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു അസസ് ചെയ്യാനായിട്ടുള്ള ഒരു പാറ്റേൺ ഉള്ള ഒരു ഹാബിറ്റ് കൊണ്ടുവന്നാൽ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ എക്സാമിന് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു കോച്ചിങ് സെന്ററിന്റെ അല്ല നല്ലൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ എഫേർട്ട് 100% ഇട്ടാൽ മതി. അവരുടെ സൈഡിൽ നിന്നുള്ള കുറേ ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്. അത് മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, ലൈവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ
പേഴ്സണൽ മെന്ററിങ് ആയിക്കോട്ടെ, ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു വീക്കായി പോകുന്ന സാഹചര്യം വരുമ്പോൾ ശരിക്കും ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളൊന്ന് റിലാക്സ് ചെയ്യില്ല. നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ അവർ വീണ്ടും പുഷ് ചെയ്യും. അടുത്ത മോക്കുണ്ട്, അല്ലെങ്കിൽ അടുത്ത എക്സാം, അങ്ങനെ ഒരു ഫീൽ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു എക്സാം വരുന്ന ടൈം വരെ നമ്മൾ ഫുൾ ഓൺ എന്തായിരിക്കും, ചാർജിലായിരിക്കും. സോ അത് ഒരു റാങ്ക് മേക്കിംഗ് ഒരു സ്ട്രാറ്റജി ഓഫ് എക്സാം ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് റാങ്കും അതുപോലെ ഏറ്റവും ടോപ്പ് റാങ്കുകളും നേടാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ, ഇത് രണ്ടും കീപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. അപ്പം എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. നന്ദി ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചതിന്. അപ്പോൾ 1ാം റാങ്ക് വിഷ്വലൈസ് ചെയ്ത് 1ാം റാങ്ക് നേടിയതാണ്. അതിന് ഒരിക്കൽ കൂടി എന്റെയും അതുപോലെ തന്നെ ഐപ്ലസ് ഫാമിലിയുടെയും കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. ജീവിതത്തിൽ എല്ലാ ഭാഗങ്ങളും ഉണ്ടാകും. താങ്ക് യു സോ മച്ച്.